നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമുക്ക് കേരള ചരിത്രത്തെക്കുറിച്ച് പഠിക്കാം. കേരള ചരിത്രത്തിലെ പാലിയ സത്യാഗ്രഹം, മയ്യഴി വിമോചന സമരം എന്നിവയെക്കുറിച്ച് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ലാസ്സിലേക്ക് പോകാം. പാലിയ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം. 1947-48 കാലഘട്ടത്തിലാണ് പാലിയ സത്യാഗ്രഹം നടന്നത്. കേരളത്തിൽ ഐത്തോച്ചാടനത്തിനു വേണ്ടിയുള്ള സമരം സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സമരമായിരുന്നു പാലിയ സത്യാഗ്രഹം. കൊച്ചിയിലെ ചില സവർണ ഹിന്ദുക്കളുടെ വീടുകൾക്ക് മുമ്പിലുള്ള ക്ഷേത്രങ്ങളിലേക്കും നിരത്തുകളിലേക്കും അവർണർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ ചേന്നമംഗലത്തെ വീടിനു മുമ്പിലുള്ള നിരത്തിലൂടെ അവർണർ നടക്കാൻ ശ്രമിച്ചത് വലിയ സംഘർഷങ്ങൾക്കിടയാക്കി. ഈ സാഹചര്യത്തിലാണ് പാലിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയ സംഘടനകൾ ഒത്തുചേർന്നാണ് പാലിയ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. നിരത്തുകൾ എല്ലാവർക്കും തുറന്നു കിട്ടുന്നതിന് വേണ്ടി പാലിയം കുടുംബത്തിന്റെ മുന്നിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 1947 ഡിസംബർ 4-ന് C. കേശവന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. സത്യാഗ്രഹികളെ നേരിടാൻ സർക്കാർ മർദ്ദനമുറകൾ സ്വീകരിച്ചു. സത്യാഗ്രഹ നേതാക്കളിൽ ഒരാളായ AG വേലായുധൻ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചു. 1948 ഏപ്രിലിൽ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കാൻ അവർണർക്കും അഹിന്ദുക്കൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതാണ് പാലിയം സത്യാഗ്രഹം. ഇനി പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത്? പാലിയം സത്യാഗ്രഹം എന്നായിരുന്നു. 1947-48 കാലഘട്ടത്തിലായിരുന്നു പാലിയം സത്യാഗ്രഹം നടന്നത്. 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുമ്പിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്നജാതിക്കാർക്കും നിഷേധിച്ചതിനെതിരെ നടന്ന സത്യാഗ്രഹം ഏതാണ്? അത് പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? C. കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? C. കേശവനാണ്. എന്നാണ് 1947 ഡിസംബർ 4-നാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി AG വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി ആരാണ്? AG വേലായുധൻ. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴി സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്നജാതിക്കാർക്കും നിഷേധിച്ചതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ഏത് സത്യാഗ്രഹം? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1947 ഡിസംബർ 4-നാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? C. കേശവൻ. ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് ആരാണ്? AG വേലായുധനാണ്. സമരസേനാനിയായ AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി. പാലിയം സത്യാഗ്രഹത്തിനെ തുടർന്ന് സൗഹൃദ ജാഥ നയിച്ച വനിത ആര്? പാലിയം സത്യാഗ്രഹത്തിനെ തുടർന്ന് സൗഹൃദ ജാഥ നയിച്ച വനിത KK കൗസല്യ. KK കൗസല്യാണ് പാലിയം സത്യാഗ്രഹത്തിനെ തുടർന്ന് സൗഹൃദ ജാഥ നയിച്ച വനിത. എന്തിന്റെ ഫലമായിട്ടാണ് കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നുകൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരായത്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നുകൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരായത്. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ല. അപ്പോൾ പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളം. കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ശ്രീദേവി. കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശ്രീദേവി. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ ആരല്ല? രമ, കൊച്ചിക്കാവ്, കുഞ്ഞൂട്ടി, ഇന്ദിര. അപ്പോൾ രമ, കൊച്ചിക്കാവ്, കുഞ്ഞൂട്ടി, ഇന്ദിര എന്നിവരായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ലേഖനം പ്രസിദ്ധീകരിച്ച ദിനപത്രം ഏതാണ്? മലയാള മനോരമയാണ്. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന്
മലയാള മനോരമ ഏത് തലക്കെട്ടോടു കൂടിയാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത്? സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി. അപ്പോൾ സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടു കൂടി മലയാള മനോരമ ലേഖനം പ്രസിദ്ധീകരിച്ചത് ഏത് സത്യാഗ്രഹത്തെ തുടർന്നാണ്? പാലിയം സത്യാഗ്രഹം. കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന് ജനങ്ങൾ ഏത് സംബന്ധിച്ചുള്ള നിവേദനമാണ് സമർപ്പിച്ചത്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിവേദനമാണ് പാലിയത്തച്ഛന് ജനങ്ങൾ സമർപ്പിച്ചത്. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ ആരൊക്കെയാണ്? രമ, കൊച്ചിക്കാവ്, കുഞ്ഞൂട്ടി, ഇന്ദിര എന്നിവരാണ്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടു കൂടി ലേഖനം പ്രസിദ്ധീകരിച്ച ദിനപത്രം ഏതാണ്? മലയാള മനോരമയാണ്. കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന് ജനങ്ങൾ ഏത് സംബന്ധിച്ച നിവേദനമാണ് സമർപ്പിച്ചത്? പാലിയം സത്യാഗ്രഹം. ഇനി നമുക്ക് മയ്യഴി വിമോചന സമരം അഥവാ മാഹി വിമോചന സമരത്തെ കുറിച്ച് നോക്കാം. മയ്യഴി വിമോചന സമരം അഥവാ മാഹി വിമോചന സമരം നടന്നത് 1948 1948 ജൂണിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു ജനഹിത പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടത്താമെന്ന് ഇന്ത്യയും ഫ്രാൻസും തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ 1948 ഒക്ടോബർ 21 നടന്ന ജനഹിത പരിശോധനയിൽ ഫ്രഞ്ച് സർക്കാരും അവരെ അനുകൂലിക്കുന്ന ന്യൂനപക്ഷ മയ്യഴിക്കാരും ചേർന്ന് ദേശീയവാദികളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. മയ്യഴി ദേശീയവാദികളുടെ പ്രസ്ഥാനമായ മയ്യഴി മഹാജനസഭയായിരുന്നു വിമോചന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. മയ്യഴിയുടെ വിമോചകൻ മയ്യഴി ഗാന്ധി എന്ന പേരിലൊക്കെ വിശേഷിക്കപ്പെട്ടിരുന്ന IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അനവധി ഉപരോധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ 1954 ജൂലൈ 14 മാഹി പാലത്തിന് സമീപം സമരഭടന്മാരും ജനങ്ങളും ഒത്തുചേർന്നു. കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം IK കുമാരന്റെ നേതൃത്വത്തിൽ മാഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ത്രിവർണ്ണ പതാകയേന്തി ഫ്രഞ്ച് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് മാർച്ച് ചെയ്ത വോളണ്ടിയർമാർക്കൊപ്പം ജനക്കൂട്ടവും അണിചേർന്നതോടെ അധികാരം വിട്ടൊഴിയുന്നതായി ഫ്രഞ്ച് അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. 1954 ജൂലൈ 16 മയ്യഴി മഹാജനസഭയുടെ അധ്യക്ഷനായ IK കുമാരൻ മാസ്റ്റർ മയ്യഴിയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി സ്ഥാനമേറ്റതോടെ മയ്യഴി ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇതാണ് മയ്യഴി വിമോചന സമരം അഥവാ മാഹി വിമോചന സമരം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മാഹി വിമോചന സമരം നടന്ന വർഷം എന്നാണ്? 1948. അപ്പോൾ മയ്യഴി വിമോചന സമരം നടന്നത് 1948. മയ്യഴി വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ഏത്? മയ്യഴി മഹാജനസഭയാണ്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭ. മയ്യഴി മഹാജനസഭയാണ് മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന. മഹാജനസഭ രൂപീകൃതമായ വർഷം എന്നാണ്? 1938 മയ്യഴി മഹാജനസഭ രൂപീകൃതമായത്. അപ്പോൾ മയ്യഴി മഹാജനസഭ രൂപീകരിച്ച വർഷം എന്നാണ്? 1938. മയ്യഴിയുടെ വിമോചകൻ മയ്യഴി ഗാന്ധി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? IK കുമാരൻ മാസ്റ്ററെയാണ്. അപ്പോൾ IK കുമാരൻ മാസ്റ്ററെയാണ് മയ്യഴിയുടെ വിമോചകൻ, മയ്യഴി ഗാന്ധി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത്. മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം എന്നാണ്? 1948 ഒക്ടോബർ 22. അപ്പോൾ മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം എന്നാണ്? 1948. ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയത് എന്നാണ്? 1948 ഒക്ടോബർ 28 തന്നെയാണ്. മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയതെന്നാണ്? 1948 ഒക്ടോബർ 22. ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയതെന്നാണ്? 1948 ഒക്ടോബർ 28. സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയതെന്നാണ്? 1954 ജൂലൈ 14. അപ്പോൾ സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് 1954 ജൂലൈ 14. മയ്യഴി വിമോചന ദിനം എന്നാണ്? 1954 ജൂലൈ 16. ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയതെന്ന്? 1954 ജൂലൈ 16. 1956 ജൂലൈ 16. ഇത്രയും ഒന്നുകൂടി നമുക്ക് നോക്കാം. മയ്യഴി മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം? 1948 ഒക്ടോബർ 22. ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയത് എന്ന്?
1948 ഒക്ടോബർ 28. ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം എന്നാണ്? 48 ഒക്ടോബർ 22-നാണ്. വിമോചന സമരം ഫ്രഞ്ചുകാർ അടിച്ചമർത്തിയത് 48 ഒക്ടോബർ 28. സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയതെന്നാണ്? 54 ജൂലൈ 14-നാണ്. മയ്യഴി വിമോചന ദിനം എന്നാണ്? 1954 ജൂലൈ 16-ആണ് മയ്യഴി വിമോചന ദിനം. ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം എന്നാണ്? 1954 ജൂലൈ 16-നാണ്. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മയ്യഴി വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മയ്യഴി മഹാജനസഭ. മയ്യഴി മഹാജനസഭ രൂപീകരിച്ച വർഷം 1938. മയ്യഴിയുടെ വിമോചകൻ മയ്യഴി ഗാന്ധി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? IK കുമാരൻ മാസ്റ്ററെയാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? പാലി സത്യാഗ്രഹമാണ്. 1947 കാലഘട്ടത്തിൽ. പാലി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 1947 ഡിസംബർ 4-നാണ്. ആരായിരുന്നു? C കേശവൻ. അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ രക്തസാക്ഷിയായത് ആരായിരുന്നു? AG വേലായുധനാണ്. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് AG വേലായുധൻ രക്തസാക്ഷിയായത്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സൗഹൃദജാഥ നയിച്ച വനിതയാരാണ്? KK കൗസല്യയാണ്. പാലി സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളം. കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ശ്രീദേവി. പാലി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ ആരൊക്കെയാണ്? രമ, കൊച്ചിക്കാവ്, കുഞ്ഞൂട്ടി, ഇന്ദിര. പാലി സത്യാഗ്രഹത്തെ തുടർന്ന് മലയാള മനോരമ ഏത് തലക്കെട്ടോടെയാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത്? സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി. കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന് ജനങ്ങൾ ഏത് സംബന്ധിച്ചുള്ള നിവേദനമാണ് സമർപ്പിക്കുകയുണ്ടായത്? പാലിയം സത്യാഗ്രഹം. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.